ഒരാഴ്ചയ്ക്കുള്ളിൽ ഏഷ്യയിൽ 3 കൊടുങ്കാറ്റുകൾ വീശിയടിച്ചു. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തി ഡോൾഫിൻ, ചാൻഹോം, പെയ്ലു എന്നീ 3 ചുഴലിക്കാറ്റുകളാണ് ഒരേ സമയം വീശിയടിച്ചത്. തുടർച്ചയായുണ്ടാകുന്ന കൊടുങ്കാറ്റും പ്രകൃതിക്ഷോഭവും ചൈന, ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആദ്യം കിഴക്കൻ ചൈനയിൽ വീശിയടിച്ച ഡോൾഫിൻ ചുഴലിക്കാറ്റ് കരയിലേക്ക് കടന്നതോടെ ശക്തി കുറഞ്ഞ് ഉഷ്ണമേഖല കൊടുങ്കാറ്റായി മാറിയെങ്കിലും ഇതിന്റെ ഫലമായി തലസ്ഥാനമായ ബെയ്ജിംഗിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. ജപ്പാനിൽ ടോക്കിയോ ഉൾപ്പെടുന്ന കാന്റോ മേഖലയിൽ രാത്രിയിൽ കനത്ത നാശം വിതച്ച ചാൻഹോം കൊടുങ്കാറ്റ് നിലവിൽ ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞപ്പോൾ രാജ്യത്തിന്റെ തെക്കൻ മേഖലയിൽ നാംക എന്ന പേരിൽ പുതിയൊരു കൊടുങ്കാറ്റ് കൂടി രൂപപ്പെട്ട് വടക്കോട്ട് നീങ്ങുന്നതായി മുന്നറിയിപ്പുണ്ട്. അതേസമയം ഫിലിപ്പീൻസിൽ പെയ്ലു കൊടുങ്കാറ്റ് കിഴക്കൻ തീരത്ത് നിന്ന് മാറി സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ശക്തമായ കാലവർഷവും തുടർച്ചയായ കൊടുങ്കാറ്റുകളും കാരണം രാജ്യത്തുണ്ടായ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും 26 പേർ മരണപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ അംഗരാജ്യങ്ങൾ നൽകുന്ന പട്ടികയിൽ നിന്നാണ് ഈ കൊടുങ്കാറ്റുകൾക്ക് പേരിടുന്നത്. ഇതിൽ ഡോൾഫിൻ എന്നത് ഒരു ഇംഗ്ലീഷ് പേരും ചാൻഹോം എന്നത് ലാവോസിലെ ഒരു മരത്തിന്റെ പേരും പെയ്ലു എന്നത് മക്കാവുവിൽ നിന്നുള്ള ദേശാടന കിളിയുടെ പേരുമാണ്. കൂടാതെ നാംക എന്നത് ചക്കയ്ക്ക് മലേഷ്യൻ ഭാഷയിലുള്ള പേരാണ്. പ്രതിവർഷം ശരാശരി 20ഓളം കൊടുങ്കാറ്റുകൾ എത്താറുള്ളതിനാൽ ഇത്തരം അന്താരാഷ്ട്ര പേരുകൾക്ക് പുറമെ ഫിലിപ്പീൻസ് സ്വന്തമായി പ്രാദേശിക പേരുകളും കാറ്റുകൾക്ക് നൽകാറുണ്ട്.